ഹലോ, നമസ്കാരം. ഇന്ന് അഗെയിൻ ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. യുഎഇയിലുള്ള ഒരു ഫ്ലവർ ഫാമിലിക്ക് ഞങ്ങൾ ഈ ഇടയിൽ ഒരു യാത്ര പോവുകയുണ്ടായി. നിറയെ പൂക്കളിലുള്ള ഒരു പ്രൈവറ്റ് ഫാമാണ് കേട്ടോ. ഇതിലേക്ക് എൻട്രി ഫീസ് ഒന്നും ഇല്ല. നിറയെ പൂക്കൾ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പൂക്കളൊക്കെ വാങ്ങിക്കാം. കൂടാതെ ഒരു 3 കുതിരകളെയും അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റും. ഇത് UAEയിൽ മസാഫിയിലാണ് കേട്ടോ. ഇതൊരു ഫ്ലവർ ഫാം. രാവിലെ 7 to 1 ഉച്ചയ്ക്ക് ശേഷം 2:30 to 6 മാത്രമേ ഈ ഫ്ലവർ ഫാം ഓപ്പൺ ആയിട്ടുള്ളൂ. നിറയെ പൂക്കളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നിറയെ ഫോട്ടോഷൂട്ടിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു പ്ലേസും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അപ്പം നിങ്ങളൊക്കെ ആ കാഴ്ചകൾ കണ്ടു നോക്കൂ. ഒരുപാട് നേരം പോയി ചെലവഴിക്കാനുള്ളൊരു ടൈമൊന്നുമില്ല. ഒരു 1.5 hour അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനുള്ളതുള്ളൂ കേട്ടോ. പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഒരു ചേഞ്ചിന് 1 ടൈം വിസിറ്റിന് പറ്റിയൊരു പ്ലേസും കൂടിയാണിത്. പല കളറിലാണ്. ഒരേ ടൈപ്പ് ഫ്ലവർ കുറേ സ്ഥലത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പല കളറിൽ യെല്ലോ, വൈറ്റ്, പിങ്ക്, റെഡ് അങ്ങനെ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലവറാണ്. ഒരു വയലറ്റിഷ് കളറിൽ നിറയെ ഇതേമാതിരത്തെ ബണ്ടുകളും ബീസും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ഉപദ്രവിച്ചതൊന്നുമില്ല. പക്ഷെ ഒന്ന് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാട്ടോ. പക്ഷെ കറക്റ്റായിട്ട് പാത്തൊക്കെ നമുക്ക് വഴിയൊക്കെ അതിന് ഇടയിലൂടെ വിട്ടിട്ടുണ്ട്. നമ്മൾ പൂക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയാണ്. ഇതിലൂടെ നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടും. ഇനി നമ്മളിത് മുകളിലേക്ക് പോവുകയാണ്. മുകളിലും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സെറ്റ് ചെയ്തതിനെ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഒരേപോലെ നമുക്ക് ഇടയിലൂടെ പോകാനുള്ള വഴിയൊക്കെ വെച്ച് ഇത് തന്നെ പല സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ പല വ്യൂ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. പലതരം ഫ്ലവേഴ്സ് നല്ല നീറ്റായിട്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇടയിലൊക്കെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടുപോയാൽ ഇടയിൽ ചില ആൾക്കാരൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പൂക്കളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ചായയൊക്കെ കുടിക്കാം. ഇത് കണ്ടോ, മഞ്ഞപ്പൂവിനൊരു നല്ലൊരു ഭംഗിയാട്ടോ. പിന്നെ ഇതാ മുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രൈവറ്റ് എക്സസ് ആയതുകൊണ്ട് മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. താഴെയുള്ള ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൂര്യകാന്തി പൂവൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പല നല്ല റെഡിഷ് ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ള സൂര്യകാന്തിയൊക്കെ കൂടി കാണാൻ പറ്റി. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ ട്ടോ. ഇത് കൂടാതെ ഇത് മുകളിൽ നിന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുകൂടാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല ഗ്രീൻ കളറിൽ നല്ലൊരു ഫാമിംഗ് കൂടി കാണുന്നുണ്ട്. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമുക്ക് താഴത്തേക്കുള്ളത്.
ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ഈ ചെടികളുടെ ഇടയിലൂടെ നടക്കാട്ടോ. പൂക്കളുടെ ഇടയിലൂടെ നടക്കുന്നതിന് നല്ലൊരു രസമുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ ഇതിനിടയിലൂടെ നമുക്ക് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉള്ളവർക്ക് ഇതിനിടയിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ്സും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡും കിട്ടും. ഷാർജയിൽ നിന്നൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇത് 1.25 മുതൽ 1.5 മണിക്കൂർ വരെ നമുക്ക് ഡ്രൈവ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കും. ഇപ്പോൾ ചൂടുകാലം തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ചൂടത്ത് നടക്കാൻ പറ്റില്ല. ഞങ്ങൾ എത്തിയത് ഒരു 8:30ക്കാണ്. അപ്പോൾ തന്നെ കുറച്ചൊക്കെ ചൂട് തുടങ്ങിയിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും ഒരു 10:30 ആയി. അതുകൊണ്ട് തന്നെ മോർണിംഗ് ടൈം ഓർ ഈവനിങ് ആകുമ്പോൾ ഇനി പൂക്കളൊക്കെ ഒന്ന് വാടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചൂടിൻ്റെ ശക്തിക്ക് അനുസരിച്ചുണ്ടാവും. ഇനി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ പോകണം കേട്ടോ. അവിടെ ഒരു ടെൻറ്റ് കണ്ടില്ലേ? ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ ചായയൊക്കെ കുടിക്കാം. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു വില്ലേജ് ഏരിയയാണ് മസാഫിയുടെ ഉള്ളിൽ. ഗൂഗിൾ മാപ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മാപ്പും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ബൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു. ഇവിടെ നിന്ന് നമുക്ക് ബൊക്കെ വാങ്ങിക്കാം. ഒരു ഫ്ലവറിന് 5 ദിർഹമാണ് വില കേട്ടോ. അവർ തന്നെ പ്ലക്ക് ചെയ്ത് തരും. നമ്മളുടെ ഇഷ്ടപ്പെട്ട ഫ്ലവർ നമുക്ക് സെലക്ട് ചെയ്യാം. അവർ കട്ട് ചെയ്ത് തരും. ഇല്ലെങ്കിൽ പ്ലക്കർ തരും, നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഇവർ എൻട്രൻസിന് പൈസ വാങ്ങിക്കാത്തതുകൊണ്ട് മിക്കവാറും എല്ലാ ആൾക്കാരും ഫ്ലവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.